നമ്മളിൽ പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കല്ലിൻ്റെ പ്രശ്നം, അല്ലേ? കല്ലെന്ന് വെച്ചാൽ സ്റ്റോൺസ് പല തരത്തിലുണ്ട്. ശരീരത്തിൻ്റെ പല ഭാഗത്ത് സ്റ്റോൺസ് വന്നിരിക്കാറുണ്ട്. അത് കിഡ്നിയിൽ വന്നിരിക്കുമ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ട്, ബ്ലാഡർ സ്റ്റോൺ ഉണ്ട്, ഗോൾ ബ്ലാഡറിലിരിക്കുമ്പോൾ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജോയിൻറ്റുകളിൽ ഇരിക്കുന്ന ക്രിസ്റ്റലൈൻ ഫോമിലിരിക്കുന്ന സ്റ്റോണുകളുണ്ട്. അതാണ് യൂറിക് ആസിഡ് സ്റ്റോൺ. അപ്പോൾ ഈ സ്റ്റോണുകൾ പല തരത്തിലുണ്ട്, പല ഭാഗത്തായിട്ട് വരാം. നമ്മളിന്ന് മെയിനായിട്ട് നോക്കുന്നത് കിഡ്നി സ്റ്റോണിനെ കുറിച്ചാണ്, ബ്ലാഡർ സ്റ്റോൺ, യൂറിനറി ബ്ലാഡർ സ്റ്റോണിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എത്ര പേർക്ക് ഈ സ്റ്റോണിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട്, എവിടേക്ക് വന്നിട്ടുണ്ട് എന്ന് തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. നമുക്കതിൻ്റെ പരിഹാരം തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. കിഡ്നി സ്റ്റോണിനെ കുറിച്ച് പറയുമ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നൊരു കാര്യമാണ് വെള്ളം കുടിക്കുന്ന ഒരു കാര്യം, അല്ലേ? നമ്മുടെ ശരീരത്തിനകത്തെ ഹൈഡ്രേഷൻ കുറയുന്നതുകൊണ്ടാണ് പലപ്പോഴും ഒരു 80% കേസുകളും ഈ സ്റ്റോണായിട്ട് മാറാൻ കാരണം, അല്ലേ? അപ്പം നമുക്ക് സ്വയമേ ആലോചിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം ഈ കിഡ്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽട്രേഷൻ ചെയ്യുന്നൊരു മേഖലയാണ്, അല്ലേ? ഫിൽട്രേഷൻ, അതായത് ടോക്സിൻസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതല്ല, പക്ഷേ ടോക്സിൻസ് ബ്ലഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് ശരിക്കും ചെയ്യുന്നത് ലിവറാണ്. പക്ഷേ ഇതൊരു അരിപ്പ എന്നുള്ള രീതിയിൽ വേണ്ടാത്തതിനെ എടുത്ത് മാറ്റി വെളിയിലോട്ട് വിടാൻ വേണ്ടിയുള്ളൊരു മാർഗമാണ് കിഡ്നി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സ്റ്റോൺസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം എന്താ? ഇത് അടിഞ്ഞ് ഇരിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ആയി കഴിയുമ്പോൾ ഇത് പല ഭാഗത്ത്, കിഡ്നിയുടെ പല ഭാഗത്തായിട്ട് ഇത് ഡെപ്പോസിറ്റ് ആകാം. ഓക്കെ, കിഡ്നിയുടെ ഏറ്റവും അകത്തെ ഭാഗത്ത് കോർട്ടെക്സിൽ ഡെപ്പോസിറ്റ് ആകാം, അല്ലെങ്കിൽ അത് വെളിയിലോട്ട് വരുന്ന വാൽവുകളിൽ, ട്യൂബുകളിൽ ഡെപ്പോസിറ്റ് ആകാം. അതുപോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ബ്ലാഡറിൽ ഡെപ്പോസിറ്റ് ആകാം. അപ്പം എവിടെ ഡെപ്പോസിറ്റ് ആകുന്നു, അതുപോലെ ഏത് സ്റ്റോണാണ്, അതിൻ്റെ ഷേപ്പ് എന്താണ് എന്നുള്ളതിനെ അനുസരിച്ച് അതിൻ്റെ സിംറ്റംസിൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ഓക്കെ, അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് അത് ബ്രേക്കായി കഴിഞ്ഞാൽ അതോ അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടുള്ള വേദന അനുഭവപ്പെടും. അത് ഷാർപ്പാകുമ്പോൾ അത് മുറിയാൻ സാധ്യതയുണ്ട്, മുറിയുമ്പം ബ്ലഡ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് യൂറിൻ ടെസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അതുപോലെ യൂറിനേഷൻ്റെ ടെൻഡൻസി കൂടും, ചെറിയ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്, UTI പോലത്തെ സിംറ്റംസ് കാണിക്കാം, ചെറിയ പനി വരാം, ഷിവറിങ് വരാം. അതുപോലെ തന്നെ സിവിയറായിട്ടുള്ള വേദന, ലോയിൻ ടു ഗ്രോയിൻ എന്നുള്ള ആസ്പെക്റ്റിൽ വേദന വരാം, ബാക്ക് സൈഡിലെ വേദന വരാം. ആ വേദന ഫ്രണ്ടിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വരാവുന്നതാണ് കിഡ്നി സ്റ്റോണിൻ്റെ കേസിൽ. ഇങ്ങനെ വേദന വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു സ്കാൻ എടുത്ത് നോക്കേണ്ടതാണ്. സ്റ്റോൺ ഉണ്ടെങ്കിൽ എവിടെയാണ്, എത്ര സൈസിലാണ്, അതിൻ്റെ ഷേപ്പ് എന്താണ്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ഇത് വേദന ഇല്ലാത്ത സ്റ്റോണുകൾ ഉണ്ടാകാറുണ്ട്. ഓക്കെ, വേദന ഇല്ലാത്ത സ്റ്റോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തെ കിഡ്നിയുടെ ഫങ്ഷൻ ഗ്രാജ്വലി പയ്യെ ഇല്ലാതായി പോകും. കാരണം ഈ സ്റ്റോൺ വേദന ഇല്ലാതിരിക്കുന്നതുകൊണ്ട് തന്നെ ശരീരത്തിനകത്ത്, കിഡ്നിക്കകത്ത് നീരുണ്ടാകുന്നത് അറിയത്തില്ല. കാരണം അത് ബാക്ക് പ്രഷറാവും, നോർമലായിട്ടുള്ള ഫങ്ഷൻ നടക്കത്തില്ല. അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ നടക്കാതാകുമ്പോൾ എന്ത് പറ്റും, അവിടുത്തെ സെൽസ് ഡെഡായി പോകും, കിഡ്നിയുടെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻ നടക്കാതെ വരും. അതുകൊണ്ട് തന്നെ പിന്നീട് കിഡ്നിയുടെ ഒരു ഫെയിലിയറിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം അത് അൺഡയഗ്നോസ്ഡ് ആയിട്ട് ഒരിക്കലും മിസ്സായി പോകാൻ പാടില്ലാത്ത തരം സ്റ്റോണാണിത്. അപ്പോൾ ഇതിലാണ് നമ്മൾ യൂഷ്വലി സ്റ്റാഗ്ഹോൺ കാൽക്കുലേ എന്നൊക്കെ പറയുന്നത്. സ്റ്റാഗ്ഹോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കലമാൻ്റെ കൊമ്പെന്നുള്ള രീതിക്ക് ആ രീതിയിൽ ഒക്കെ സ്റ്റോൺ ഫോം ആകും. കാരണം എന്താ, അതിൻ്റെ സൈസ് അത്രയും വലുതാകാൻ കാരണം നമ്മൾ അൺഡിറ്റക്റ്റായിട്ട് ഇരിക്കുന്നു, ആ സ്റ്റോൺ അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. പക്ഷേ വേദന വരുന്ന സ്റ്റോൺ സിവിയറായിട്ടുള്ള വേദനയായിരിക്കും. പക്ഷേ അത് പെട്ടെന്ന് പോകാനുള്ള നടപടികൾ നമ്മൾ എടുക്കും, അല്ലേ? ഒരു രക്ഷയില്ലെങ്കിൽ പൊടിച്ച് കളയും, അല്ലേ? അതാണ് ബേസിക്കായിട്ട് ചെയ്യുന്നത്. നമ്മുടെ ശരീരം വെളിയിലോട്ട് സിംറ്റം കാണിക്കുന്നു. പക്ഷെ വേദന ഇല്ലാത്ത സ്റ്റോണിലോ നമ്മൾ അറിയാതിരുന്ന് പിന്നീട് വലിയൊരു ഡാമേജിലോട്ട് പോകാനുള്ള സാധ്യത കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള സ്റ്റോണുണ്ട്, നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസാണ്, കാൽഷ്യത്തിൽ നിന്നാണ്. ഓക്കെ, പിന്നെ നമുക്ക് കൂടാതെ യൂറിക് ആസിഡിൻ്റെ സ്റ്റോൺ വരാം. ഇത് കൂടാതെ നമുക്ക് ചിലപ്പം വേറെ പല തരത്തിലുള്ള സ്റ്റോൺസും കൂടെ വരാവുന്നതാണ്. പക്ഷേ അത് അപൂർവമാണ്, അത് അത്ര പ്രസക്തമല്ല, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെള്ളം കുടിക്കുന്നത് മാത്രമല്ല, ചില ആൾക്കാർക്ക് ജനറ്റിക്കായിട്ട് തന്നെ ഈ ഒരു ടെൻഡൻസി, അതായത് സ്റ്റോൺ വരാൻ ആയിട്ടുള്ള ടെൻഡൻസി കൂടുതലായിട്ടുണ്ട്.
അപ്പോൾ അങ്ങനത്തുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാരണം ചില ആൾക്കാർക്ക് നമുക്കറിയാം അല്ലേ, BP അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല, പക്ഷേ ഓട്ടോമാറ്റിക് BP കൂടും. ഓട്ടോമാറ്റിക്കായിട്ട് സിറോസിസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു. വെള്ളമൊന്നും അടിച്ചിട്ടില്ല, പക്ഷേ ഓട്ടോമാറ്റിക് അതിൻ്റെ ടെൻഡൻസി വരുന്നു. ചില ആൾക്കാർക്ക് മൂഡ് ആങ്സൈറ്റി, മൂഡ് ഡിസോർഡേഴ്സിൻ്റെ ഒരു ഇഷ്യൂ വരുന്നു അല്ലേ. അപ്പോൾ ഇന്നതൊരു കാരണം അല്ലാതെ ചില ആൾക്കാർക്ക് ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം വരുന്നു. അപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് ചില ആൾക്കാർക്ക് ജനറ്റിക്കായിട്ട് തന്നെ സ്റ്റോൺസ് ഫോം ആകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. എങ്ങനെ ശ്രദ്ധിക്കണം? നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ കാൽഷ്യം ഓക്സലേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി നമ്മൾ ഡയറ്റ് ചെയ്യുക, നല്ലോണം വെള്ളം കുടിക്കുക. അതുപോലെ ചിലപ്പോൾ ഈ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് കൂടുതൽ ഫോം ആകാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ സ്വെറ്റിംഗ് ഒക്കെ കൂടുതൽ വരികയാണെങ്കിൽ അതിന് തക്കതായ രീതിയിൽ ഹൈഡ്രേറ്റ് നമ്മൾ ചെയ്ത് വയ്ക്കണം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്റർ ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. നമ്മൾ യൂറിനാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടാണെങ്കിലും ഇഷ്യൂസ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. യൂറിൻ റുട്ടീൻ ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഒരു USG ഹോൾ എവിടെ അൾട്രാസൗണ്ട് ആയിട്ട് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് സ്റ്റോൺ ഉണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റും. അതൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആദ്യമേ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പരിഹാരവും കണ്ടെത്താവുന്നതാണ്. ഇത്രയൊക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും പല ആൾക്കാർക്കും സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ട്. അതിന് വേണ്ടതായിട്ടുള്ള പരിഹാരം നമ്മൾ തേടി കണ്ടെത്തേണ്ടതാണ്. അതിന് പ്രിവെൻറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. അഥവാ വന്നു കഴിഞ്ഞാലോ അതിനെ മാറാൻ തക്കതായിട്ടുള്ള ആ ഒരു സ്റ്റെപ്പുകളും തീർച്ചയായിട്ടും നമ്മൾ എടുക്കേണ്ടതാണ്. ചെറിയ സ്റ്റോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം വെള്ളം കുടിച്ചാൽ തന്നെ അതങ്ങ് ഒലിച്ചു പോകും. അഥവാ അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതാണ്. തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിഡ്നി സ്റ്റോൺസിൻ്റെ വേദന എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം. സിവിയർ ആയിട്ടുള്ള വേദനയാണ്, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വേദനയാണ്. കാരണം ക്രിസ്റ്റൽസ് നമ്മളൊരു ഗ്ലാസ് എടുത്ത് കയ്യിലിട്ട് ഉരച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, ആ മുറിവിൽ പിന്നെ ഇട്ട് ഉരച്ചാൽ എന്തായിരിക്കും അവസ്ഥ, അതുപോലത്തെ വേദനയാണ് കിഡ്നി സ്റ്റോണിൻ്റെ വേദന. തീർച്ചയായിട്ടും ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് തീർച്ചയായും താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക.